ലാസ്റ്റ് ഈ റീസെൻ്റ്ലി ഇറങ്ങിയ വേറൊരു പടമായിട്ടൊക്കെ ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബന്ധം ഇൻ ദ സെൻസ് അതേ സാധനം ഇതിലും പറയുന്നത്. അപ്പോൾ തൃപ്തിയില്ല പറയുമ്പോൾ സസ്പെൻസും ത്രില്ലറും ഈ ട്വിസ്റ്റും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്വിസ്റ്റ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ പലരെയും സംശയിക്കുക അത്ര ഒരുപാട് അതിൻ്റെ ബൈയായിട്ടുള്ള കുറേ കഥകളുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് അടുക്കി നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും മാറ്റിക്കുറിക്കും. സോഫിയ പോൾ ഈ സിനിമ വേറൊന്നും കണ്ടിട്ടല്ല നിർമ്മിച്ച ഓക്കെ ആണെന്നേ ഉള്ളൂ. ധ്യാൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പടം നല്ല മേക്കിംഗ് ആണ്. പക്ഷെ മൊത്തത്തിൽ എവിടെയൊക്കെ എന്തോ പാളിച്ചുള്ള പോലെ വർക്കായില്ല. എനിക്ക് തോന്നുന്നത് ഈ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമ അവരുടെ പ്രൊഡക്ഷൻ്റെ ഒരു യൂണിവേഴ്സ് ഒന്നായിരിക്കും, അല്ലാതെ ഇതും മുന്നൽ മുരളിയായിട്ട് ബന്ധമൊന്നുമില്ല. ഒരുപാട് ഹ്യൂമറൊക്കെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അതെല്ലാം ഏറ്റിട്ടുമുണ്ട്. താൻ എപ്പോഴും ഒരേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നടക്കണം. അതിലൊരു മാറ്റം കൊണ്ടുവന്നത് കുറച്ചും കൂടെ നന്നായിരുന്നേനെ. ബാക്കി ഹ്യൂമറും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഫൈറ്റ് അത്യാവശ്യം എല്ലാം ബാക്കിയെല്ലാം സൂപ്പറായിട്ടുണ്ട്. നല്ല പടം പ്രതീക്ഷിക്കുന്നു. സൂപ്പറായിരുന്നു. സൂപ്പറായിട്ട് അഭിനയിച്ചു. സൂപ്പറായിരുന്നു. വെച്ചിരിക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരുപാട് ഹ്യൂമറൊക്കെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അതെല്ലാം ഏറ്റിട്ടുമുണ്ട്. ഞാൻ നമ്മൾ പുതിയൊരു കോസ്റ്റ്യൂമെന്ന് പറയില്ല, അങ്ങനെ തന്നെ പോകുന്നു. അതിലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം താൻ എപ്പോഴും ഒരേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നടക്കണം. അതിലൊരു മാറ്റം കൊണ്ടുവന്നത് കുറച്ചും കൂടെ നന്നായിരുന്നേനെ. ബാക്കി ഹ്യൂമറും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഫൈറ്റ് അത്യാവശ്യം എല്ലാം ബാക്കിയെല്ലാം സൂപ്പറായിട്ടുണ്ട്. നല്ല പടം കൊള്ളാം. നല്ലൊരു ത്രില്ലറാണ്. കുഴപ്പമില്ല. താൻ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ അമീനും ഷാദ് അവരെല്ലാം ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. നല്ല രസമുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ്റെ ശരിക്കും നല്ലൊരു കംബാക്ക് ഉണ്ട്. നല്ല പടമാണ്. നല്ല രസമാണ്. പടം കൊള്ളാം. വൺ ടൈം വാച്ച് കൊള്ളാം. വലിയ പൊടിയും നോക്കുകയൊന്നുമില്ലെങ്കിൽ പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ബോറടിക്കത്തില്ല. നല്ല രസമുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ നല്ല പ്രതീക്ഷയായിരുന്നു. പടം കണ്ടപ്പോൾ അതങ്ങ് മാറി കിട്ടി. നിരാശയാണ്. കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഞാനാണ് കലക്കുന്നത്. വേറെ പ്രതീക്ഷിക്കുന്നു. ധ്യാൻ്റെ ഫാനാണ്. ക്ലൈമാക്സ് കൊള്ളാം. പടം കൊള്ളാം. നല്ല പടമാണ്. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാണ്. നല്ല രീതിയിൽ ചെയ്യും. ധ്യാൻ്റെ ഒരു തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു സിനിമ. ധൈര്യമായിട്ട് കാണാം. നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫും കൊള്ളാം, സെക്കൻഡ് ഹാഫും കൊള്ളാം. സെക്കൻഡ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പോരാ, ആവറേജ് പടം. ഫാമിലിക്കൊക്കെ വന്ന് കാണാനായിട്ടാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടങ്ങ് പോവാം, അല്ലാതെ അതിനകത്ത് ഒന്നുമില്ല. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമ അവരുടെ പ്രൊഡക്ഷൻ്റെ ഒരു യൂണിവേഴ്സ് ഒന്നായിരിക്കും, അല്ലാതെ ഇതും മുന്നൽ മുരളിയായിട്ട് ബന്ധമൊന്നുമില്ല. ഒട്ടും ഫ്രഷ് അല്ലാത്തൊരു കഥയും പുള്ളിയും ഭയങ്കര സ്ട്രിക്ട്ലി ആവറേജ് ആയിട്ടുള്ളൊരു പടം. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല. ലാസ്റ്റ് ഈ റീസെൻ്റ്ലി ഇറങ്ങിയ വേറൊരു പടമായിട്ടൊക്കെ ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബന്ധം ഇൻ ദ സെൻസ് അതേ സാധനം ഇതിലും പറയുന്നത്. അപ്പോൾ തൃപ്തിയില്ല. ധ്യാൻ്റെ കംബാക്ക് തന്നെയാണ്. നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഫിലിം എഡിറ്റിംഗ് സൈഡായാലും കൊള്ളാം. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പടം നല്ല രസമുണ്ട്. സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊള്ളാം. അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ പറ്റാം. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് പോലെയൊക്കെ പറയാം. നല്ല രസമുണ്ട്. ഈ ധ്യാൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. കാരണം ഇങ്ങനെ അടി കപ്പിയാരെ കൂട്ടമണിക്ക് ശേഷം ധ്യാൻ്റെ ഒരു സിനിമയും വിജയിച്ചിട്ടില്ല. ഇടയ്ക്ക് വിജയ് ബാബു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടാണ് നിന്നെ അയാളെയും കൂടെ ഇരുത്തിക്കൊണ്ട് നിന്നെ നായകനാക്കി കാശുണ്ടാക്കിയ ഏക നിർമ്മാതാവ് ഞാനാണെന്ന്. ഇതെന്തായാലും മാറ്റിക്കുറിക്കും. സോഫിയ പോൾ ഈ സിനിമ വേറൊന്നും കണ്ടിട്ടല്ല നിർമ്മിച്ച. അതിൻ്റെ കഥയും തിരക്കഥയായിരിക്കും എൻ്റെ ഏറ്റവും ശക്തിയായിട്ടുള്ള കാര്യം. അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ സസ്പെൻസും ത്രില്ലറും ഈ ട്വിസ്റ്റും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്വിസ്റ്റ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ പലരെയും സംശയിക്കുക അത്ര ഒരുപാട് അതിൻ്റെ ബൈയായിട്ടുള്ള കുറേ കഥകളുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് അടുക്കി നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായാലും സൂപ്പർ. എന്തായാലും ധ്യാൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് ഫിലിമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ധൈര്യമായിട്ട് എന്ന് പറയുമ്പോൾ രേഖാചിത്രവും ഓഫീസറും ഡ്യൂട്ടിയൊക്കെ പോയി കണ്ടവർക്ക് ഇത് ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും. 100% ഇഷ്ടപ്പെടും. ധൈര്യമായിട്ട് തിയേറ്ററിൽ തന്നെ വന്നെന്ന് ഈ സിനിമ കാണണം. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്.